ഹായ് എവരിവൺ, വെൽക്കം ടു Hayazworld. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ഷവർമ, ഹോം മെയ്ഡ് ചിക്കൻ ഷവർമയാണ്. നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങളെല്ലാവരും ഇത് വളരെ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുബൂസ് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് കുബൂസ് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് റെഡിമെയ്ഡ് കുബൂസ് വാങ്ങി നമുക്ക് ഷവർമ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കുബൂസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, ഇളം ചൂടുവെള്ളം, അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇളം ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒരു ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ 1/2 കിലോ മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതുകൂടെ നമ്മുടെ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്ത ഈസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിൻ്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് ടോപ്പ് ചെയ്ത് വെക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ബാറ്ററിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതെ നമുക്ക് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷവർമയുടെ മിക്സർ ഉണ്ടാക്കുകയാണ് നമ്മൾ. അതിലേക്കായിട്ട് നമ്മൾ 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 600 ഗ്രാം എല്ലില്ലാത്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലെമണിൻ്റെ ജ്യൂസിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് വേണമെങ്കിൽ അതിങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവറും അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെച്ച് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുബൂസ് വളരെ പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കുബൂസ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അതിനെക്കാട്ടും കുറച്ചും കൂടി 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മൾ കുബൂസ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് കുബൂസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ കുബൂസ് ഏകദേശം 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. നമുക്കിതൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെച്ച് കൊടുത്തൊരു 20 സെക്കൻഡിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തന്നെ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ബബിളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ബബിളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കുബൂസിൽ. ബബിൾ വരാത്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഭാഗം കൂടി റെഡി ആയിക്കോളും. അപ്പോൾ നല്ല ഗുണ്ടുമണിയായിട്ടുണ്ട് നമ്മുടെ കുബൂസ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ബാക്കി കുബൂസും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ രീതിയിൽ. അപ്പോൾ നമ്മുടെ കുബൂസുകളൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ഗുണ്ടുമണികളായിട്ടുണ്ട് നമ്മുടെ കുബൂസുകളൊക്കെ. ഈ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള കുബൂസും കൂടി റെഡിയാക്കുന്നുണ്ട്. ഏകദേശം ഈ കനത്തിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി കുബൂസും കൂടി ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം.
നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കുബൂസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കി കുബൂസും കൂടി റെഡിയാക്കി എടുക്കാം. ഓൾമോസ്റ്റ് കുബൂസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1/4 ഇഞ്ച് കനത്തിൽ ഈ രീതിയിൽ നമ്മുടെ കുബൂസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ. അതോടൊപ്പം ബാക്കി മിക്സറും കൂടി നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട്. നമ്മുടെ ചിക്കൻ ഇതാ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 കപ്പ് ക്യാരറ്റ്, 1.5 കപ്പ് സവോള, ഒരു വലിയ കപ്പിൽ കാബേജ്, വിനീഗർ, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ. നമ്മുടെ മിക്സർ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ സവോള, 1 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ്, 1/4 കപ്പ് തക്കാളി, 1 കപ്പ് കാബേജ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ 500 ഗ്രാം ചിക്കൻ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ കുബൂസിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് പൊടി നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. അതോടൊപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കവറിംഗ് ആണ്. നമ്മുടെ ബട്ടർ പേപ്പറിൽ നമ്മുടെ കുബൂസ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് അതിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മുടെ ഫില്ലിങ് വെക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനുള്ളതേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഈ രീതിയിൽ ഫില്ലിങ് ചെയ്തതിന് ശേഷം കുബൂസ് കൊണ്ടുവന്ന് 2 ഭാഗവും കുബൂസ് നല്ല ടൈറ്റാക്കിയിട്ട് മടക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ രീതിയിൽ നമ്മുടെ എല്ലാ ഷവർമകളും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എൻഡ് ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഷവർമകളൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഷവർമകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഷവർമ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഷവർമ ടെസ്റ്റ് ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ ഹയാസ് വേൾഡ്.